ആമസോണിൽ ബെസ്റ്റ് സെല്ലിംഗ് BLDC സീലിംഗ് ഫാനായുള്ള ആറ്റംബർഗിന്റെ റെനിസ പ്ലസും വീഗാർഡിന്റെ ഇൻസൈറ്റ് ജിയും കുറെ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽ ആയുള്ള വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഡിഫറെന്റ് ബ്രാൻഡിന്റെ പല മോഡലുള്ള BLDC ഫാനിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഏതൊരു വീഡിയോ ഇട്ടാലും ചോദിക്കുന്നതാണ് ഇതിന്റെയൊക്കെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാമോ എന്ന്. എന്നാ പിന്നെ അത് അങ്ങോട്ട് ചെയ്തേക്കാന്ന് കരുതി. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ആറ്റംബർഗിന്റെ റെനിസ പ്ലസും വീഗാർഡിന്റെ ഇൻസൈറ്റ് ജിയും. അപ്പൊ അതിന്റെ തന്നെ കമ്പാരിസൺ അങ്ങ് ചെയ്തേക്കാം. മാത്രമല്ല ഇത് തമ്മിൽ ഒരുപോലെയാണ് ഏകദേശമൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചൂട് കൂടുന്നതിനനുസരിച്ച് ഫാനിന്റെ ഉപയോഗവും കൂടും, ഉപയോഗം കൂടുന്നതിനനുസരിച്ച് കറണ്ട് ബില്ലും കൂടും. അപ്പൊ ഈ പറയാൻ പോകുന്നതൊക്കെ മനസ്സിലാക്കി നോർമൽ ഫാനിന് പകരം നല്ലൊരു BLDC ഫാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറണ്ടിൽ ലാഭിക്കാൻ പറ്റും. നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് മോഡലും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഇതിൽ ഏതെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതും നോക്കാം. ആദ്യം തന്നെ ആമസോണിൽ പോയിട്ട് ഇത് രണ്ടിന്റെയും പ്രൈസിൽ എത്രത്തോളം മാറ്റം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെയുള്ള ആറ്റംബർഗിന്റെ റെനിസ പ്ലസ് പിയർ വൈറ്റ് ആണ്. അതിന് ആമസോണിൽ 4499 രൂപയാണ്. ഇനി ഈ സെയിം മോഡൽ തന്നെ ഗോൾഡൻ ഓക്വേർഡ് എന്ന് പറഞ്ഞുള്ള ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ 4999 രൂപയാണ് വരുന്നത്. ഇത് പറയാൻ കാരണം വീഗാർഡിന്റെ ഫാനും ഈ ഒരു ഡിസൈൻ ആണ് ഏകദേശം വരുന്നത്. ഇനി വീഗാർഡിന്റെ ഇൻസൈറ്റ് ജി ചോക്കോ ഗോൾഡ് വുഡ് എന്ന ഈ ഒരു മോഡൽ ആണെന്നുണ്ടെങ്കിൽ 5739 രൂപയുമാണ്. അപ്പൊ പ്രൈസിൽ നോക്കുമ്പോൾ ആറ്റംബർഗ് ആണ് കുറവ് വരുന്നത്, അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഇനി ഈ രണ്ട് ഫാന്റെയും ആമസോണിലെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ വീഗാർഡിന്റെ വെറും 22 റിവ്യൂസ് ആണ് ഇതിൽ കാണുന്നുള്ളൂ. ആറ്റംബർഗിന്റെ നോക്കുകയാണെങ്കിൽ ഏകദേശം 14700 സംതിങ് റിവ്യൂസ് ഉണ്ട്. ഇതിൽ തന്നെ ആറ്റംബർഗിന് 4.2 റേറ്റിംഗ് ഉണ്ട്. അതിൽ 58% 5 സ്റ്റാറും 8% 1 സ്റ്റാറും ആണ് ഉള്ളത്. വീഗാർഡിന് 4.4 റേറ്റിംഗും അതിൽ 80% 5 സ്റ്റാറും 30% 1 സ്റ്റാറും ആണ് കൊടുത്തിട്ടുള്ളത്. 22 14700 ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും റേറ്റിംഗ് എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആറ്റംബർഗ് തന്നെയാണ് ഇതിലും മുന്നിൽ വരുന്നത്. ഇനി ഈ രണ്ട് ഫാനും റിമോട്ടിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ആറ്റംബർഗിന്റെ ആണെങ്കിൽ IR യൂണിവേഴ്സൽ റിമോട്ട് ആണ് വരുന്നത്. ഇനി വീഗാർഡിന്റെ കൂടെ കിട്ടുന്നത് RF റിമോട്ടും ആണ്. ആറ്റംബർഗിന്റെ IR റിമോട്ട് ആയതുകൊണ്ട് വീട്ടിൽ ഇതേപോലുള്ള ഫാനുകൾ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ റിമോട്ട് തന്നെ നമുക്ക് എല്ലാ ഫാൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. വീഗാർഡിന്റെ RF റിമോട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് ഫാൻസിലാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക. ബട്ട് IR റിമോട്ട് പോലെ നമ്മളിങ്ങനെ ഫാനിലേക്ക് നീട്ടി പിടിച്ച് നെക്കി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ പിടിച്ചിട്ട് നെക്കി കഴിഞ്ഞാലും സംഭവം വർക്കാവും. രണ്ട് റിമോട്ടുകൾക്കും വേറെ വേറെ പ്രത്യേകതയാണ് വരുന്നത്. അപ്പൊ അതിൽ ഏതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. രണ്ടിന്റെയും മോട്ടർ വരുന്ന കോമ്പാക്ട് ഡിസൈൻ ആണ്. കാണാനും നല്ല ലുക്ക് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ എയർ ഡെലിവറിയും ഏകദേശം സെയിം ആണ്. അത് സെയിം ആണെങ്കിലും കറണ്ട് ലാഭിക്കുന്നത് നല്ല മാറ്റമുണ്ട്. രണ്ടും 5 സ്റ്റാർ റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആറ്റംബർഗിന്റെ ഫാന് അപ് ടു 65% ഇലക്ട്രിസിറ്റി ലാഭിക്കും. വീഗാർഡിന്റെ ആണെങ്കിൽ 53%. പിന്നെ ആറ്റംബർഗിന് നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും നോർമൽ ഫാനേക്കാൾ എത്രയോ മാറ്റമുണ്ട്. രണ്ട് മോഡലും നല്ല ഭംഗിയിൽ തന്നെ LEDs തന്നിട്ടുണ്ട്. ഇത് നല്ല ഉപകാരമാണ് പല സമയത്തും. ഓക്കെ, ഇനി രണ്ടിന്റെയും ഫിസിക്കൽ ഓർവി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ രണ്ടും ക്വാളിറ്റി പക്കയാണ്. കാണാനും നല്ല പ്രീമിയം ലുക്കാണ്. രണ്ടും ഏകദേശം കാണാനും സെയിം ആണ്. പിന്നെ ആറ്റംബർഗിലാണെങ്കിൽ ഈ ഒരു ഡിസൈനിലുള്ള മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഡിസൈനും കളർ ഓപ്ഷൻസും ഉണ്ട്. അതിൽ തന്നെ സ്മാർട്ട് ഓപ്ഷനും അവൈലബിൾ ആണ്. ആറ്റംബർഗിന്റെ സ്മാർട്ട് ഓപ്ഷൻ ഒക്കെ ഉള്ള ഫാനിന്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതായത് മൊബൈൽ ഫോണിൽ നമുക്ക് ലോകത്ത് എവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. അതേപോലെ അലക്സ, ഓക്കെ ഗൂഗിൾ ഇതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ആറ്റംബർഗിന്റെ ബ്ലേഡുകൾക്കെല്ലാം സ്പെഷ്യൽ കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ഇനി വീഗാർഡ് ആണെന്നുണ്ടെങ്കിലും ഡേർട്ട് റെസിസ്റ്റന്റും നൽകിയിട്ടുണ്ട്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആറ്റംബർഗിന് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് BLDC മാനുഫാക്ചറിംഗ് ഫാക്ടറി ഒക്കെ ഉണ്ട്. വീഗാർഡും നമുക്ക് അറിയാവുന്നതാണ്, കുറെ കാലമായിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്റെ വീട്ടിൽ ഏകദേശം ബ്രാൻഡിന്റെ ഫാനൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ആറ്റംബർഗിന്റെ ഫാനാണ്. അതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ കുറച്ച് കാലങ്ങളായി ഉപയോഗിക്കുന്ന രണ്ട് ബ്രാൻഡിന്റെ രണ്ട് മോഡലുകൾ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ വേറെ മോഡലുകളൊക്കെ മാറുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കാം. നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് അത്യാവശ്യം മോശമില്ലാത്തൊരു BLDC ഫാനാണ് ഇത് രണ്ടും വരുന്നത്. അപ്പൊ അതിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്നും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഫുൾ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.